ജമ്മു കശ്മീരിലേക്കാണ്. ശ്രീനാഥ് ചന്ദ്രനുണ്ട് അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായി. ശ്രീനാഥ്, ജമ്മു കശ്മീരിലും അവിടെ സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമാണ്, പക്ഷേ നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോഴും വിമാനത്താവളം പ്രവർത്തിക്കുന്നില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. എന്താണ് ഇന്നത്തെ സാഹചര്യം? ഇന്ന് ശാന്തമായി തന്നെയാണ് ജമ്മു കാശ്മീർ ആകെ തന്നെ ഉള്ളത്. കഴിഞ്ഞ ദിവസവും പകൽ ആ തരത്തിൽ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഈ ആക്രമണ കാലത്ത് ഉണ്ടായ നാശനഷ്ടങ്ങൾ ഉണ്ടായ ആളുകൾക്കൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള സമയമാണ്. അതിനുള്ള അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ മറികടക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് അഖ്നൂർ അതിർത്തി മേഖലയിലാണ്. ഇവിടെ കാര്യമായ ഏറ്റുമുട്ടൽ നടന്ന ഒരു മേഖലയാണ്. അവിടെ തകർന്ന ഒരു വീടിന് മുന്നിലാണ് ഉള്ളത്. ബാരി റാം എന്നൊരാളുടെ വീടാണ്. നോക്കൂ, 2 ഷെല്ലുകൾ ഈ വീട്ടിൽ പതിച്ച് വീട് ആകെ തന്നെ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. ഇതുപോലെയുള്ള മനുഷ്യർക്കാണ് ഇനിയിപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു മടക്കം സാധ്യമല്ലാത്തത്. അവർക്ക് വീടുകൾ പഴയപടിയാക്കണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ സാമ്പത്തിക ഈ ബാരിറാമിനൊക്കെ ആലോചിക്കുമ്പോൾ അയാൾ ഒരു പാവപ്പെട്ട ഒരു കർഷകനാണ്. അയാൾക്ക് 3 പോത്തുകൾ ഉണ്ടായിരുന്നു. ഈ ഭാഗത്താണ് ആ പോത്തുകളെ കെട്ടിയിരുന്നത്. ആ 3 പോത്തുകളും ഈ ആക്രമണത്തിൽ, ഈ ഷെല്ലാക്രമണത്തിൽ അത് ചത്തുപോയി. അതിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. 2 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, അതും ചത്തുപോയി എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം നശിച്ചു. അദ്ദേഹത്തിൻ്റെ വീട് അത് പൂർണ്ണമായി തന്നെ നശിച്ചു. വീടിൻ്റെ മുകളിലേക്ക് ഒരു ഷെല്ല് പതിച്ചു. അതങ്ങനെയാണ് ഈ കോൺക്രീറ്റ് അപ്പാടെ തകർന്നത്. ഒന്ന് താഴെ പതിച്ചു. അതാണ് ഒരു കുഴി പോലെ രൂപപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെ ഇതുപോലെ ഈ അതിർത്തി മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള വീട്ടുകാർ നിരവധിയുണ്ട്. അവർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും പെട്ടെന്ന് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുക ബുദ്ധിമുട്ട്. അവരുടെ താമസ സ്ഥലം നശിച്ചിരിക്കുന്നു. അവരുടെ വരുമാന മാർഗം, പ്രത്യേകിച്ച് കർഷകരാണ്, അവരുടെയൊക്കെ വരുമാന മാർഗത്തെ അത് ബാധിച്ചിരിക്കുന്നു. അത്തരം ആളുകൾക്ക് ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് കൂടുതൽ ഒരു കരുതൽ നമ്മുടെ രാജ്യം നൽകേണ്ടതുണ്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ. ഏതായാലും അതിർത്തിയിൽ ഈ തരത്തിലുള്ള കാഴ്ചകൾ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നഗരമേഖലകളൊക്കെ തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ സ്ഥിതി സാധാരണ നിലയിലേക്ക് ആയിട്ടുണ്ട്. പക്ഷെ അവിടെയും ബുദ്ധിമുട്ട് ഉള്ളത് ഈ ടൂറിസ്റ്റുകൾ കാര്യമായി എത്താതെ, അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായ ടൂറിസം രംഗം മെച്ചപ്പെടാതെ അവർക്കും ഈ സാധാരണ ജീവിതം എന്നത് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് മടക്കം സാധ്യമാണ്, പക്ഷേ അതിന് സമയമെടുക്കും. 2 പ്രശ്നങ്ങളാണ്. ഈ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾക്ക് അതിനുള്ള സഹായങ്ങൾ കിട്ടണം. രണ്ടാമത്തേത്, ഈ ടൂറിസം അടക്കമുള്ള മേഖലകൾ മെച്ചപ്പെട്ടാൽ മാത്രമേ ആ തരത്തിൽ കൂടി മെച്ചപ്പെടൂ. എൻ്റെ കൂടെ ബാരി റാം ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. भैया आपको क्या क्या नुकसान हुआ इसमें? नुकसान पूरा सामान ही खत्म हो गया, गेहूँ वगैरह, और पूरी कोठी भी गिर गई है। भैंस भी था? हाँ, 3 भैंस थी, वो मर गई। कौन कौन रह रहा था इधर तभी? नहीं, इधर अभी मैं रहता था और मेरे बच्चे उधर आगे रहते थे। मैं इधर अकेला था। अभी किधर रह रहे आप? अभी मैं उधर रहता हूँ, सोल से आगे। अभी ये सब ठीक करने के लिए अभी क्या है आगे, कुछ तो पता है? क्या करूँ आगे? आगे अभी क्या भाई, आपसे ही निवेदन है भाई, कोई मदद मिले गवर्नमेंट। क्या है हाथ में, क्या है? एक गोले के, ये शेल का पीस है? हाँ, ये शेल का पीस है। അദ്ദേഹം പറഞ്ഞത് കേട്ടോ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഈ പൊട്ടിത്തെറിച്ച ഷെല്ലുകളുടെ ഒരു ചീളാണ്. അദ്ദേഹം പറയുന്നത് മുന്നോട്ട് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിനും ആ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം. സഹായങ്ങൾ കിട്ടിയാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ മുന്നിൽ വലിയ പ്രതിസന്ധി നിൽക്കുന്ന ജനങ്ങളെ നമുക്ക് ഈ അതിർത്തി മേഖലകളിൽ കാണാൻ കഴിയുന്നുണ്ട് മനൂജ. അതിനിടെ ശ്രീനാഥ്, ഇന്നിപ്പോൾ നമ്മളെ തേടി വന്നത് ഒരു ദുഃഖകരമായ വാർത്തയാണ്. കഴിഞ്ഞ ദിവസം പരുക്കേറ്റ BSF ജവാന് വീരമൃത്യുവിൻ്റെ വിവരം. അതിന് കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? കൂടാതെ ഒരു CCTV ദൃശ്യം അത് നമ്മൾ രാവിലെയൊക്കെ കാണിച്ചതാണ്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലേക്ക് ഏത് തരത്തിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തി, അതിൽ നിന്ന് തലനാരിഴയ്ക്ക് ആ വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്, ഒരാൾക്ക് പരുക്കേറ്റത്, അങ്ങനെയൊക്കെയുള്ള കൂടുതൽ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ടല്ലോ ശ്രീനാഥ്. തീർച്ചയായും 10-ാം തീയതി സംഭവിച്ച ഡ്രോൺ ആക്രമണത്തിൽ നമ്മുടെ സൈന്യം വെടിവെച്ചിട്ട ഡ്രോണുകളിലൊന്ന് പതിച്ച് തകർന്ന വീട്, അത് നമ്മൾ അന്ന് തന്നെ രാവിലെ നമ്മൾ അവിടെ എത്തുകയും ഹിരാഡി കോളനി എന്ന മേഖലയിൽ എത്തുകയും അവിടെ വീടും വീട്ടുകാരെയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതിലൊരു വീട്ടുകാരന് കോൺക്രീറ്റ് അടർന്നു വീണ് തലയ്ക്ക് പരിക്കേറ്റ കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടു. ആ മനുഷ്യർ ഇതുപോലെ ബുദ്ധിമുട്ടി നിൽക്കുന്നതാണ്. ആ സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ നമുക്ക് അതിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അന്ന് സംഭവിച്ച കാര്യമാണ്. അതിൻ്റെ അന്നത്തെ ദൃശ്യങ്ങൾ
ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ദൃശ്യങ്ങളിൽ അന്ന് സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ഭീകരാവസ്ഥ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവുന്നുണ്ട്. രാവിലെ 6 മണിക്ക് ശേഷമാണ്, അതായത് സാധാരണ ആളുകൾക്ക് പുറത്തിറങ്ങി നടന്ന് തുടങ്ങിയ ഒരു സമയമാണ്. ഈ സംഭവം ഉണ്ടാകുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് രണ്ടുപേർ ആ വഴി നടന്നു പോകുന്നത് ആ CCTV ദൃശ്യങ്ങളുണ്ട്. അവരും തലനാരി ഇഴക്കി മാത്രമാണ് അവിടെ അവർ രക്ഷപ്പെടുന്നത്. അതിനുശേഷം ഉണ്ടാകുന്നത് ഉഗ്ര സ്ഫോടനമാണ്. വീടിൻ്റെ ഏതാണ്ട് ഒരു ഭാഗം അപ്പാടെ തകർന്നു വീഴുന്നു. താഴെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ തകരുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള കാഴ്ചകൾ പിന്നീട് നമ്മൾ ആ സ്ഥലത്ത് നിന്ന് തന്നെ നേരിൽ പോയി കാണുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമുക്ക് രാത്രിയോടെ ലഭിച്ച ഒരു ദുഃഖകരമായ വാർത്ത, RS പുരയിലെ അതിർത്തി മേഖലയിൽ, അതായത് ജമ്മുവിൽ നിന്ന് ഏറെ അകലെയല്ല RS പുര എന്ന അതിർത്തി മേഖല, അവിടെ ജോലി ചെയ്തിരുന്ന, അവിടെ നമ്മുടെ രാജ്യത്ത് കാത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ഒരു ധീര ജവാൻ, BSF ജവാൻ ദീപക്, അദ്ദേഹത്തിന് 10-ാം തീയതി വെടിയേറ്റതാണ്. പിന്നീട് അടുത്ത ദിവസം, അതായത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീരമൃത്യു സ്ഥിരീകരിക്കുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അത് ഈ സമയം രാവിലെ വന്ന ദുഃഖകരമായ മറ്റൊരു വാർത്ത, അനുജ.